ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ വലിയ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഏറ്റവും അവസാനം സംഭവിച്ചെന്താണ്? ഈ ഗവൺമെന്റിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി ഒരു പത്രത്തിന്റെ സർവേയിൽ ഏറ്റവും മികച്ച മന്ത്രിയായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നതാണ് വിരോധാഭാസം. ആ മന്ത്രിക്കെതിരായിട്ട് ഗാർഹിക പീഡനം എന്ന ആരോപണം കൊണ്ടുവന്നത് മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയാണ്. അദ്ദേഹത്തോടൊപ്പം കുറെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആളാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ മന്ത്രി UDF സർക്കാരിൽ അംഗമായിരിക്കുമ്പോൾ ആദ്യ ഭാര്യയുടെ പരാതിയുടെ പേരിൽ, അതും ഗാർഹിക പീഡനം, അതിന്റെ പേരിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ആളാണ്. രണ്ടാമതും അദ്ദേഹത്തിനെതിരായിട്ട് പരാതി ഉണ്ടായി. ഭാര്യ ബിന്ദു മേനോൻ ആദ്യം അത് മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞു. അതിനുശേഷം അവര് നേരിട്ട് ചെന്ന് ഭർത്താവിനെ കൈയോടെ പിടിക്കുക. മനസ്സിലായില്ലേ? അവിടെ വെച്ചാണ് അവര് ഗാർഹിക പീഡനത്തിന് ഇരയാവുന്നത്. പിന്നീട് കേരള സമൂഹത്തോടെ ഒരു ടെലിവിഷൻ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു, LDF അല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ആ നിമിഷം ഒരു മാത്ര പോലും വൈകാതെ മന്ത്രിയെ പുറത്താക്കുമായിരുന്നു, രാജി എഴുതി വാങ്ങുമായിരുന്നു.